ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ 2025 എൻഡ് ചെയ്യുന്ന ടൈമിൽ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ 2025ൻ്റെ റീക്യാപ്പാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ 2025 റീക്യാപ്പ് വീഡിയോ ചെയ്തപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ 2025നെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. ഞാൻ പല ലൈവുകളിലായിട്ടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ 2025 മിക്സഡ് ഇമോഷൻ ഉള്ള ഒരു ഇയർ ആയിരുന്നു. നല്ലതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മോശമുണ്ടോ എന്ന് ചോദിച്ചാൽ പകുതി മുക്കാൽ മോശം എന്ന് എനിക്കതിനെ പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ തംബ്നെയിൽ കൊടുത്തതുപോലെ എന്തോ ഒരു നെഗറ്റിവിറ്റി ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സ്റ്റിൽ 2026ൻ്റെ ഫസ്റ്റ് ഇത്ര ഡേയ്സിലും നമുക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. സ്റ്റിൽ ആ ഒരു നെഗറ്റിവിറ്റി നമ്മളെ പിന്തുടരുന്നുണ്ട്. ആക്ച്വലി എൻ്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളെപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട് വിചാരിച്ചിരുന്നാൽ നമുക്ക് അത് തന്നെ തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ കൂടുതലും അതൊന്ന് മാറ്റി വെച്ച് എൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് കിട്ടാൻ പോകുന്ന നല്ല കാര്യങ്ങളെ ഓർത്ത് എൻ്റെ ഒരു പോസിറ്റീവ് ഡേയ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 2025ലേക്ക് കടന്നാലോ? 2025 ജാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ബീച്ച് ഫെസ്റ്റിന് പോയി. എന്താണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ ആദ്യമായിട്ട് പോയത്? ഇത്ര വലിയ കാര്യമാണോ എന്ന് ചിലപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കും. പക്ഷേ എനിക്ക് പണ്ടൊക്കെ നമ്മൾ ന്യൂ ഇയറിൻ്റെ ടൈമിലൊക്കെ ആൾക്കാരിങ്ങനെ ബീച്ച് ഫെസ്റ്റിന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ബീച്ച് ഫെസ്റ്റിന് പോകണമെന്ന്. ഞാൻ ചേട്ടനായിട്ട് ആദ്യത്തെ 2-3 വർഷങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും അത് നടന്നില്ല. അങ്ങനെ ന്യൂ ഇയറിൽ സെലിബ്രേഷനിലാണ് നമ്മൾ 2025 സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പേ ഞാൻ പറഞ്ഞോട്ടെ, 2024 അത്യാവശ്യം നല്ലൊരു മോശം വർഷമായിരുന്നു ഞങ്ങൾക്ക്. കാരണം ചേട്ടൻ്റെ അച്ഛൻ മരിച്ചു, ഞങ്ങൾ തുടർന്നുള്ളൊരു ഹോസ്പിറ്റൽ ലൈഫ്, അതൊക്കെ കഴിഞ്ഞിട്ട് 2025 നമ്മൾ അത്യാവശ്യം നല്ലൊരു നന്നായിരിക്കണം എന്ന് കരുതി തുടങ്ങിയൊരു വർഷമായിരുന്നു. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഡേ ബീച്ച് ഫെസ്റ്റിന് പോയി. പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി തൊഴുതു. ഒരു പോസിറ്റീവ് വൈബിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇയർ. പക്ഷേ ഒരു 2025 ഫെബ്രുവരിയൊക്കെ ആയപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേട്ടൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ കരുതി 2024നെക്കാട്ടിലും വലിയ ദുരന്തമാണോ നമ്മളെ 2025 കാത്തു നിൽക്കുന്നത്. കാരണം നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മുടെ ഫാമിലിയുടെ ആകെ ഇൻകം എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഇൻകം ആയിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടുപോയി. അങ്ങനെ അവിടെ ജോലി പോകുന്നു. നമുക്ക് ചേട്ടൻ പ്രതീക്ഷിച്ചത്ര നോട്ടീസ് പീരീഡ് കിട്ടിയില്ല. നോട്ടീസ് പീരീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ വേറെ ജോലി നോക്കാം എന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. പക്ഷെ നോട്ടീസ് പീരീഡും വേണ്ടത്ര കിട്ടിയില്ല. അങ്ങനെ ജോലി ഇല്ലാതായി കുറേ നാൾ നമ്മൾ ചേട്ടൻ്റെ വർക്കില്ലാണ്ടിരുന്നു. കുറേ പേരോട് നമ്മൾ പറഞ്ഞു, ഇതുപോലെ കുറേ ആൾക്കാരോട് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 12-നാണ് ചേട്ടന് ജോലി ഇല്ലാണ്ടായത്. അന്ന് തൊട്ട് നമ്മൾ ഓരോ ആൾക്കാരോടും ജോലിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. ചേട്ടൻ ഒരുപാടടുത്ത് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ് IT ഫീൽഡിലുള്ളവരോടാണെങ്കിലും ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു. എൻ്റെ അമ്മയാണെങ്കിൽ കൂടെ അമ്മ അറിയാവുന്ന മാക്സിമം ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചേട്ടനൊരു ജോലി കിട്ടാൻ. ഞാനും അതേസമയം ഞാൻ MCOM കഴിഞ്ഞതാണ്. ഞാനും അത്യാവശ്യം കുറച്ച് ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സ്പീരിയൻസിൻ്റെ ഒരു ഇഷ്യൂ കാരണം എനിക്ക് പലയിടത്തും ജോലി കിട്ടിയില്ല ആ ടൈമിൽ. അങ്ങനെ നമ്മൾ മാർച്ചിൽ ഗുരുവായൂർ പോയി. മാർച്ചിൽ ഞാൻ ഗുരുവായൂർ പോയൊരു വ്ളോഗ് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. മാർച്ച് 23-നാന്ന് തോന്നുന്നു നമ്മൾ ഗുരുവായൂർ പോയത്. ഗുരുവായൂരപ്പനോട് നമ്മൾ പറഞ്ഞത് ഈ ഒരു കാര്യം മാത്രമാണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി ചേട്ടന് കിട്ടണേ എന്ന്. അങ്ങനെ ചേട്ടൻ അവസാനം പറഞ്ഞു, എൻ്റെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് അല്ലാതെ തന്നെ എൻ്റെ കരിയർ റിലേറ്റഡ് അല്ലാത്ത എന്തെങ്കിലും ജോലിക്ക് വരെ ഞാൻ പോയിക്കോളും. കാരണം നമ്മുടെ വീട് പണി നടക്കുകയാണ്. ആകെപ്പാട് നമുക്ക് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ ടൈമിൽ. എന്ത് ചെയ്യണം എന്നറിയില്ല. ശരിക്കും പെട്ടുപോയൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഏകദേശം ചേട്ടന് മെയ് 12 ആയപ്പം ചേട്ടൻ്റെ ഒരു സാറ് തന്നെ ചേട്ടന് ജോലി സാറ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, വിജയ് നമ്മുടെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ അതോറിറ്റിയോടൊക്കെ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ഡിസ്കഷൻസ് ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. കൂടാതെ ചേട്ടൻ വേറെ സ്ഥലത്തും ജോബ് നോക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് റിജക്ഷൻ കിട്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ തളർന്നു പോയി ആ സമയത്ത്. പക്ഷേ ഈ സാറിൻ്റെ കമ്പനിയിൽ തന്നെ ചേട്ടന് ജോലി ചെയ്യാൻ പറ്റി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് 12 ചേട്ടൻ അവിടെ ജോയിൻ ചെയ്തു. നമ്മുടെ ഒരു വലിയ വിഷമം അങ്ങനെ മാറി. ചേട്ടന് ഇഷ്ടമുള്ള ഒരു കമ്പനി കൂടിയായിരുന്നു അത്. ചിലത് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് വേറൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ നമ്മുടെ സങ്കടം ഓർത്ത് എപ്പോഴും വിഷമിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കിട്ടിയ സന്തോഷം ഓർത്ത്. എപ്പോഴും മനുഷ്യന്മാരങ്ങനല്ലേ, നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കും, പക്ഷേ നമുക്ക് കിട്ടിയ സന്തോഷം ഓർത്ത് നമ്മൾ സന്തോഷിക്കാറില്ല. അപ്പം ഞാൻ കരുതി ചിലതൊക്കെ പോകുന്നത് വേറെ നല്ല ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതെന്തായാലും 2025 കുറച്ചൊന്ന് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും മെയ് 12 ചേട്ടന് ജോലി കിട്ടി. അപ്പം തന്നെ നമുക്ക് പകുതി ആശ്വാസമായി. അതിനിടയിൽ കൂടെ നമ്മുടെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അതിലും ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു വർക്ക്. പല കാര്യങ്ങളിലായിട്ട് വീട് പണിയും ഭയങ്കര ഡിലേ ആയിപ്പോയി. ഏകദേശം ഒരു 1.5 വർഷം എടുത്താണ് നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ചെയ്തത്. അതിനിടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾസ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മളെ സഹായിച്ച ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മളൊരു സിറ്റുവേഷനിൽ ഓർക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു അത്രയും സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു വർഷമാണ് 2025. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്തായാലും നമുക്ക് തീരാത്ത കടപ്പാട്ടം ഉണ്ടായിരിക്കും. അങ്ങനെ ജൂലൈ 13 നമ്മുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അത്യാവശ്യം ചെറിയൊരു ചടങ്ങായിരുന്നു. കാരണം അച്ഛൻ മരിച്ചിട്ട് ജൂലൈ 4 1 ഇയർ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വലുതായിട്ട് അങ്ങനെ ഹൗസ് വാമിംഗ് ഒന്നും നടത്തിയില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിൽ വന്നു. നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇതിനിടയ്ക്കൊക്കെ ചേട്ടൻ എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ആയിരുന്നു. ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇങ്ങനെ ചെസ്റ്റ് പെയിൻ ഒക്കെ വരുമ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് അതിൽ കോൺഷ്യസ് ആയി. ചേട്ടൻ്റെ അച്ഛനെ കംപ്ലീറ്റ്ലി നോക്കിയത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തുകയല്ല. ഇതുപോലെ അച്ഛനെ നോക്കിയൊരു മോനെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. അതുപോലെ ചേട്ടൻ അച്ഛനെ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആഫ്റ്റർ അച്ഛൻ്റെ മരണത്തിന് ശേഷം ചേട്ടനുണ്ടായ പേടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു നെഗറ്റീവ് സാധനം എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ചേട്ടൻ്റെ എപ്പോഴും ഇങ്ങനെ ചെസ്റ്റ് പെയിൻ വരിക. നമ്മൾ സ്ഥിരം ഹോസ്പിറ്റലിൽ കൊണ്ട് ECG ഒക്കെ എടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ചേട്ടൻ പറയുന്ന ചേട്ടൻ എന്തോ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടെന്ന് എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇത് മാറുന്നില്ല. അവസാനം ഞങ്ങൾ പരുമൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാർഡിയോളജി കാണിച്ചു, എല്ലാം നോർമലാണ്. ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഗ്യാസ്ട്രോളജി കാണിച്ചു, അതും നോർമലാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവം ചേട്ടനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കുറേ നാൾ പരുമല പോയതിന് ശേഷം ഇപ്പം അത്യാവശ്യം ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു സാധനം ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി ഞങ്ങളിങ്ങനെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാനറിയാം. ആൾ ഒത്തിരി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം എപ്പോഴും ഒരു നെഗറ്റീവ് കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ നെഗറ്റീവ് സാധനം തന്നെ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ചേട്ടൻ കുറച്ചൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പം ആ ഒരു നെഗറ്റിവിറ്റിയുടെ കാര്യമാണ് ഞാൻ എൻ്റെ തംബ്നെയിൽ മെൻഷൻ ചെയ്തത്. ആക്ച്വലി നമുക്ക് ഒന്നുമില്ലെങ്കിലും നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സമാധാനമാണ്. ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സമാധാനം കൂടി പോകും. അങ്ങനെയായിരുന്നു 2025. നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ നമ്മളൊരു കുറച്ചൊക്കെ നെഗറ്റിവിറ്റി നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളതൊക്കെ ഓവർകം ചെയ്യും. എന്തൊരു പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം നാളെ ഓർക്കുമ്പോൾ നമ്മളതിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതിലാണല്ലോ. അപ്പം നമ്മൾ എന്തായാലും പോസിറ്റീവ് വൈബോടുകൂടി 2026 കാത്തിരിക്കുകയാണ്. നമ്മുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും നല്ല കാര്യങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലൈഫിൽ നമ്മളിനിയും ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം 2026 നടക്കട്ടെ. പിന്നെ എല്ലാം ഉടനടി കിട്ടിയാൽ അതിൻ്റെ ഒരു ഫുൾ ഹാപ്പിനെസ് കിട്ടില്ലല്ലോ. കുറച്ച് കഷ്ടപ്പെട്ട് കിട്ടുന്നതിനല്ലേ മധുരം കൂടുതൽ. എൻ്റെ ലൈഫിലെല്ലാം അങ്ങനെയാണ്. എനിക്ക് കുറേ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാറ്. പക്ഷെ കിട്ടാറുണ്ട്. അപ്പം ഞാനും വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും 2026 ഒരു അടിപൊളി വർഷമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നെഗറ്റിവിറ്റിയൊക്കെ മാറി എല്ലാം പോസിറ്റീവ് വൈബ് ആവട്ടെ. പിന്നെന്താണ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു 2025 എന്ന് പറഞ്ഞാൽ
മിക്സഡ് ഇമോഷനാണ്. ഹാപ്പിനെസ്സിലുപരി ഞാൻ പറഞ്ഞല്ലോ ഒരു നെഗറ്റീവ് സംഭവമാണ് നമ്മുടെ ലൈഫ് കൊണ്ടുപോയത് 2025. എന്തായാലും 2026 ഒരു അടിപൊളി വർഷമാവട്ടെ എന്ന് ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, 2026 എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ 2025 റീക്യാപ്പ് ചെയ്തപ്പോൾ എനിക്കും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ 2025 ഒന്ന് പറയണമെന്ന്. അടുത്ത വർഷം ഇത് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഓവർകം ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഞാൻ പല വീഡിയോസും ചെയ്യുന്നത് നാളെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഇതിനൊന്നും മാക്സിമം വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് എനിക്ക് അടുത്ത വർഷം, ഞാൻ ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോ കാണാറുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന രീതി, പറഞ്ഞിരിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ കേട്ട് ഞാൻ തന്നെ ചിരിക്കാറുണ്ട്. അപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെന്താണ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.